ഹായ്, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത എൻ്റെ റിസപ്ഷൻ മേക്കപ്പ് ലുക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഏത് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ചെയ്തതെന്നൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു സജഷൻ പോലും എന്നോട് ചോദിച്ചില്ല. ഏത് ഹെയർ സ്റ്റൈൽ വേണമെന്നോ ലിപ്പ് കളർ വേണമെന്നോ ഒന്നും ചോദിച്ചില്ല. എല്ലാം അവരുടെ ഇഷ്ടത്തിനായിരുന്നു. അപ്പോൾ ഞാനൊട്ട് ഇൻട്രോവേർട്ടായോട് അങ്ങോട്ട് തുറന്ന് സംസാരിച്ചുമില്ല. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഈ മേക്കപ്പ് ലുക്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് എൻ്റെ ചബ്ബി ഫേസിന് ഒട്ടും മാച്ചിങ് അല്ലാത്ത ഹെയർ സ്റ്റൈലായിരുന്നു ഇവർ ചെയ്തു തന്നത്. ഭയങ്കര വണ്ണം തോന്നിക്കുന്നുണ്ടായിരുന്നു മുഖം. പിന്നെ ലിപ്പ് ലൈൻ ചെയ്ത രീതിയും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കരമായിട്ട് വണ്ണം തോന്നിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ലിപ്പിനെ ഒട്ടും കോംപ്ലിമെൻ്റ് ആകാത്ത രീതിയിലായിരുന്നു ലിപ്പ് ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോട്ടോസിലെങ്കിലും കാണാൻ രസം ഉണ്ടാവുമെന്ന് കരുതി, പക്ഷെ അതിലും കൊള്ളില്ലായിരുന്നു. വേർത്ത് കുറച്ച് മേക്കപ്പ് പോയി കഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും കാണാൻ ഉണ്ടായിരുന്നത്. ഒന്നാമത് വലിയൊരു ഐലാഷസ് ആയിരുന്നു, എനിക്ക് ഒട്ടും മാച്ചിങ് അല്ലായിരുന്നു. പിന്നീട് ഐബ്രോസ് ഭയങ്കര കട്ടിയിൽ വരച്ചുകൊണ്ട് പട്ടാളം പുരുഷനെ പോലെ ആയിരുന്നു കാണാൻ ഫോട്ടോസിലെല്ലാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അഫോർഡബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്യരുത്. നിങ്ങൾ മെയിൻ ഇവൻ്റാണ്, കല്യാണമാണ്. അപ്പോൾ സേവ് ചെയ്യാൻ പറ്റുന്നവർ കുറച്ച് പൈസ സേവ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഇവൻ്റ് ഫോട്ടോസ് എല്ലാം നന്നാവേണ്ടതല്ലേ. അപ്പോൾ നിങ്ങൾ ഡ്രീം ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ആരാണോ അവരുടെ അടുത്ത് തന്നെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം പിന്നെ ആണെങ്കിൽ എനിക്ക് ആക്സസറീസ് ഒന്നും ഒട്ടും മാച്ചിങ് അല്ലായിരുന്നു. എനിക്ക് ആരും സജഷൻ തന്നിട്ടില്ല. അപ്പം ഞാൻ വാങ്ങിയ വലിയ ജിമിക്ക് ഇതിന് അങ്ങനെ കോംപ്ലിമെൻ്റ് ആയിട്ടില്ലായിരുന്നു. പിന്നെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് ഞാൻ പിറ്റേ ദിവസം ഞാൻ കാര്യം പറഞ്ഞു, എനിക്ക് തലേന്നത്തെ ഐബ്രോസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പം അവരതൊരു ഈഗോ പോലെ ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു റിയാക്ഷൻ. അപ്പം എന്നാൽ കല്യാണത്തിനുള്ളത് ബ്രൈഡൽ മേക്കപ്പിന് ചെയ്യുന്നില്ല, അവസാനം ഫിനിഷ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വരക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ചു തരില്ല. ആ ഒരു രീതിയിൽ റൂഡായിട്ടായിരുന്നു സംസാരം. അപ്പം ഞാൻ പിന്നെ എന്നാൽ ലൈറ്റായിട്ട് വരക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നിട്ട് വരച്ചു തന്നു. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അഥവാ നിങ്ങൾ അഫോർഡബിലിറ്റി നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ തുറന്ന് പറയണം, ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്ന്. അവരിഷ്ടത്തിനെല്ലാം വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മൾ പൈസ കൊടുക്കുന്നതല്ലേ, അപ്പം നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്തു തരാൻ അവരും ബാധ്യസ്ഥരാണ്. സോ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഈ കാണുന്നതല്ല എൻ്റെ വീട്ടിൽ നിന്ന് വെച്ച് നടത്തിയ ബ്രൈഡൽ ഷവർ, ബ്രൈഡ് ടു ബി ഫംഗ്ഷൻ്റെതാണ്. ഇതിൽ ഞാൻ തന്നെ എൻ്റെ അടുത്തുള്ള ഫൗണ്ടേഷനൊക്കെ വെച്ച് മേക്കപ്പ് ചെയ്തപ്പോൾ റിലേറ്റീവ്സ് എല്ലാവർക്കും ഈ ബ്രൈഡ് ടു ബീൻ്റെ ഈ ലുക്കായിരുന്നു ഇഷ്ടപ്പെട്ടത്. റിസപ്ഷൻ ലുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പൈസ കൊടുത്തിട്ട് വൃത്തിയില്ലാത്ത മേക്കപ്പ് ആയിപ്പോയല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു എല്ലാവർക്കും.